ഇനി നമുക്ക് അടുത്ത 4 ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാനേജ്മെൻറ്റ് ഓഡിറ്റ് പ്രോഗ്രാം എന്താണ്, അതിനകത്തെ കണ്ടൻസ് എന്താണ്, മാനേജ്മെൻറ്റ് ഓഡിറ്റിൻ്റെ ഫങ്ഷൻസ് എന്താണ്, ഫോക്കസ് ഏരിയാസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ CMAക്ക് മാനേജ്മെൻറ്റ് ഓഡിറ്റിൽ എന്ത് റോളാണുള്ളത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യത്താണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് പ്രോഗ്രാം അഥവാ മാപ്പ്. ഓക്കെ, സോ ജസ്റ്റ് നമുക്ക് എഴുതാം. മാനേജ്മെൻറ്റ് ഓഡിറ്റ് പ്രോഗ്രാം. ഓഡിറ്റ് പ്രോഗ്രാം എന്താണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു അല്ലേ? ഇറ്റ് ഇസ് എ ഡീറ്റെയിൽഡ് പ്ലാൻ ഓഫ് ഹൗ ദ ഓഡിറ്റ് പ്രോസസ് ഈസ് കണ്ടക്റ്റഡ്. ഇതാണ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് ഓഡിറ്റ് എത്തരത്തിലാണോ കണ്ടക്ട് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഔട്ട്ലൈൻ ആണ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഡീറ്റെയിൽഡ് ഔട്ട്ലൈൻ ഓഫ് ഹൗ മാനേജ്മെൻറ്റ് ഓഡിറ്റ് ഈസ് ടു ബി കണ്ടക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇറ്റ് വിൽ കണ്ടെയ്ൻ ഓൾ ദ പ്രൊസീജിയേഴ്സ് ഫ്രം ബിഗിനിങ് ടു എൻഡ് ഓഫ് ദ ഓഡിറ്റ് പ്രോസസ്. ഈ ഓഡിറ്റ് പ്രോസസ്സ് തുടങ്ങി തീരുന്നവരെയുള്ള എല്ലാ പ്രൊസീജിയേഴ്സും എന്തിനകത്തുണ്ടാവും? ഈ മാനേജ്മെൻറ്റ് ഓഡിറ്റ് പ്രോഗ്രാം അഥവാ മാപ്പിനകത്ത് ഉണ്ടാവും. ഓക്കെ, സോ ഇതാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൻ്റെ കണ്ടൻസ് എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ ഉത്തരം ചെയ്യാം. ഒന്നാമത്തെ, നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചിട്ട് നന്നായിട്ട് പഠിച്ചിട്ട് അതെവിടെ എഴുതി വെക്കണം? നമ്മളുടെ ഓഡിറ്റ് പ്രോഗ്രാമിനകത്ത് എഴുതി വെച്ചിരിക്കണം. എന്താണ് ആദ്യത്തത്? സ്റ്റഡി ദ ഓർഗനൈസേഷൻസ് സ്ട്രക്ചർ. അല്ലെങ്കിൽ സ്റ്റഡി ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. എന്താണ് ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? ഇപ്പോൾ എനിക്കൊരു കമ്പനീൻ്റെ മാനേജ്മെൻറ്റ് ഓഡിറ്റിന് അസൈൻമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ ഹയറാർക്കി എത്തരത്തിലാണെന്ന് ഞാൻ മനസ്സിലാക്കണം. അവിടെ എന്തൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കണം. അവിടുത്തെ റിപ്പോർട്ടിംഗ് ലൈൻസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. ഇത് സാധാരണ രീതിക്ക് ഓർഗനൈസേഷൻ ചാർട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് കാണും അവിടെ GM ഉണ്ടാവും, പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, ഫിനാൻസ്, മാർക്കറ്റിംഗ്, HR, പ്രൊഡക്ഷൻ. ഇവിടെ എല്ലാം ഒരു മാനേജർ കാണും. ഈ മാനേജർ കീഴിൽ പല ഓഫീസസ് കാണും. ഓഫീസിൻ്റെ കീഴിൽ ക്ലർക്ക് കാണും. അപ്പോൾ ഇതെനിക്ക് റിപ്പോർട്ടിംഗ് ചാർട്ടുകൾ ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് ഓർഗനൈസേഷൻ എടുത്ത് ചോദിച്ചതിന് ശേഷം ഇതെല്ലാം മനസ്സിലാക്കി ഇത് നമ്മൾ എവിടെ വെക്കണം? നമ്മുടെ ഓഡിറ്റ് പ്രോഗ്രാമത്ത് എഴുതണം. ഒരു ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ചെക്ക് ലിസ്റ്റ് പോലെയാണ് എന്ന് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം ആദ്യത്തെ കാര്യം സ്റ്റാർട്ട് ചെയ്ത ഓർഗനൈസേഷൻ സ്ട്രക്ചർ. രണ്ടാമത് അവിടുത്തെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ എന്താണ്? ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. ഒരു ഓർഗനൈസേഷനിലെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് നമ്മൾ മനസ്സിലാക്കണം. ആൻഡ് ലൈൻ ഓഫ് കമാൻഡ്. ഓക്കെ, സോ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സും ലൈൻ ഓഫ് കമാൻഡ് മനസ്സിലാക്കണം എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ പല ഓർഗനൈസേഷൻ പല രീതിക്കാണ് ഡിസിഷൻസ് എടുക്കുന്നത്. ചിലയിടത്ത് ഡെമോക്രാറ്റിക് സ്റ്റൈലായിരിക്കും, മീൻസ് എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടായിരിക്കും. ചിലയിടത്ത് ഓട്ടോക്രാറ്റിക് സ്റ്റൈലായിരിക്കും, മീൻസ് ഒരു ലീഡർ തീരുമാനിക്കും, ബാക്കിയുള്ളവർ ഇംപ്ലിമെൻറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സും ലൈൻ ഓഫ് കമാൻഡും മനസ്സിലാക്കണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമതായിട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ ഒബ്ജക്റ്റീവ്സ് ആൻഡ് പ്ലാനിങ് വിത്ത് ടോപ്പ് മാനേജ്മെൻറ്റ്. ഒരു ഓർഗനൈസേഷൻ്റെ ടോപ്പിലുള്ള ആൾക്കാർക്കായിരിക്കും ആ ഒരു ബിസിനസ്സിൻ്റെ ഭാവിയിലോട്ടുള്ള ആ ഒരു ഡയറക്ഷൻ ഉള്ളത് അല്ലേ? അപ്പോൾ ഈ ബിസിനസ് എന്തിലേക്കാണ് മാറേണ്ടത്? നമുക്ക് മാർക്കറ്റ് ലീഡർ ആവണോ, കോസ്റ്റ് ലീഡർ ആവണോ, പ്രൈസ് ലീഡർ ആവണോ? ഇതുപോലെ കുറേയധികം വിഷൻസും മിഷൻസും ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ആൾക്കാരുടെ ജീവിതത്തിൽ ഇമ്പാക്റ്റ് ചെയ്യണം, ഒരു പോസിറ്റീവ് ചേഞ്ച് കൊണ്ടുവരണം. ഇതൊക്കെ ആയിരിക്കും അവരുടെ വിഷനൊക്കെ. അപ്പോൾ ഇപ്പം നടക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ടോപ്പ് മാനേജ്മെൻറ്റുമായിട്ട് ഡിസ്കസ് ചെയ്യണം. സോ അവരുടെ ഇപ്പോഴത്തെ പ്ലാനിങ്, ഇവരുടെ ഇപ്പം നടക്കുന്ന പ്ലാനിങ് ഈ ഒബ്ജക്റ്റിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി അഡ്വക്കേറ്റ് ആണോ എന്നുള്ളതെല്ലാം എന്ത് ചെയ്യണം? നമ്മൾ മാനേജ്മെൻറ്റ് ഓഡിറ്റർ ചെക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്കസ് വിത്ത് ടോപ്പ് മാനേജ്മെൻറ്റ് ആൻഡ് പ്ലാനിങ് എന്താണ്? അഡ്വക്കേറ്റ് ആണോ നോക്കുക ഈ ഒബ്ജക്റ്റീവിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. അതാണ് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ആർ adequate to achieve the objective.
നമ്മൾ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് ആണ്. അവിടെ എന്താണ് ഈ പോളിസീസും പ്രൊസീജിയേഴ്സും കുറേ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ പോളിസീസും പ്രൊസീജിയേഴ്സും എന്തിനെ സഹായിക്കുന്നതായിരിക്കണം? ഈ ഒബ്ജക്റ്റീവിനെ അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്നതായിരിക്കണം. ഒരു മാനേജ്മെൻറ്റ് ഓഡിറ്റർ എന്ന നിലയ്ക്ക് നിങ്ങൾ എക്സാമിൻ ചെയ്യണം, ഇപ്പോൾ ആ ഓർഗനൈസേഷൻ ഫോളോ ചെയ്യുന്ന പോളിസികളും അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സും ഈ ഒരു ഒബ്ജക്റ്റീവിലേക്ക് അച്ചീവ് ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ, എനിക്ക് കോസ്റ്റ് ലീഡർ ആവണം എന്നാണ് ആഗ്രഹമെങ്കിൽ ഞാൻ കുറേയധികം കോസ്റ്റ് കൺട്രോൾ പ്രാക്ടീസസ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടുത്തെ പോളിസീസും പ്രൊസീജിയേഴ്സും ആ കോസ്റ്റ് കൺട്രോളൊന്നും എന്ത് ചെയ്യുന്നില്ല, കണക്കിലെടുക്കുന്നില്ലെങ്കിൽ എനിക്ക് ഒരിക്കലും എൻ്റെ ഒബ്ജക്റ്റീവിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഒരു മാനേജ്മെൻറ്റ് ഓഡിറ്റിന് എന്ത് ചെയ്യണം? അത്തരത്തിലുള്ള ഇപ്പോൾ നിലവിലുള്ള പോളിസീസും പ്രൊസീജിയേഴ്സും എല്ലാം എക്സാമിൻ ചെയ്ത് അത് നമ്മളുടെ ഒബ്ജക്റ്റീവിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം എന്നാണ് പറയുന്നത്. അടുത്തത് ഐഡൻറ്റിഫൈയിങ് ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, ഇപ്പോൾ ഞാൻ കോസ്റ്റ് ലീഡർ ആവണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എവിടേക്കാണ് പ്രശ്നങ്ങൾ ഉള്ളത്, എവിടെയൊക്കെ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു മെറ്റീരിയൽ വാങ്ങിക്കുന്ന സമയത്ത് ആൾട്ടർനേറ്റീവ്സ് ഉണ്ടോ, അല്ലെങ്കിൽ ട്രെൻഡ് അനാലിസിസ് നടത്തി പല വെൻഡറിൻ്റെ അടുത്ത് നിന്ന് കോട്ട് എടുക്കുന്നുണ്ടോ, എന്തുകൊണ്ടാണ് എൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുന്നത്, ഇതുപോലുള്ള അനാലിസിസുകൾ നടത്തുന്നുണ്ടോ. ഇതുപോലുള്ള പലതരത്തിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ഏരിയാസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? സജഷൻസും കൊടുക്കാം. ആരാ കൊടുക്കേണ്ട? മാനേജ്മെൻറ്റ് ഓഡിറ്റർ. സജഷൻസ് ഫോർ ഇംപ്രൂവ്മെൻറ്റ്സ്, സോ റെക്കമെൻഡേഷൻസ് ഫോർ ഇംപ്രൂവ്മെൻറ്റ്. ഓക്കെ, അടുത്തത് അഡ്വക്കസി ഓഫ് മാനേജ്മെൻറ്റ് കൺട്രോൾ ഓർ അഡ്വക്കസി ആൻഡ് എഫക്റ്റീവ്നെസ് ഓഫ് മാനേജ്മെൻറ്റ് കൺട്രോൾ. മാനേജ്മെൻറ്റ് പലതരത്തിലുള്ള കൺട്രോൾസ് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. അത് ചിലപ്പോൾ ബജറ്ററി ആയിരിക്കാം, അല്ലെങ്കിൽ ഓപ്പറേഷണൽ കൺട്രോൾസ് ആവാം. പലതരത്തിലുള്ള കൺട്രോൾസ് എന്ത് ചെയ്തിട്ടുണ്ടാവും? അവർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ കൺട്രോൾസ് ഒക്കെ പാലിക്കുന്നുണ്ടോ, ഇത് എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്ന് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ എത്രത്തോളം സക്സസ്ഫുൾ ആണ് ഈ കൺട്രോൾസ്, ഇതെല്ലാം എന്ത് ചെയ്യണം? നമ്മുടെ മാനേജ്മെൻറ്റ് ഓഡിറ്റർ അയാൾ ഈ മാനേജ്മെൻറ്റ് ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ മാനേജ്മെൻറ്റ് ഓഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു മാനേജ്മെൻറ്റ് ഓഡിറ്റർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്താണ്? ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കണം, അവിടുത്തെ ഡിസിഷൻ മേക്കിങ്ങിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കണം, മാനേജ്മെൻറ്റ് ഡിസ്കസ് ചെയ്ത് അവരുടെ ഒബ്ജക്റ്റീവ്സും പ്ലാനിങ്ങും എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഒബ്ജക്റ്റീവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ പ്ലാൻ, അതുപോലെ തന്നെ ആ ഓർഗനൈസേഷനിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന പോളിസീസും പ്രോസസ്സുകളും അത് അവരുടെ ഒബ്ജക്റ്റീവ്സിനെ അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ടോ, ഏതൊക്കെ ഏരിയയിലാണ് പ്രശ്നങ്ങളുള്ളത്, അതിന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സജഷൻസ് കൊടുക്കണം. മാനേജ്മെൻറ്റ് എന്തെങ്കിലും കൺട്രോൾസ് എസ്റ്റാബ്ലിഷ് ഉണ്ടെങ്കിൽ ആ കൺട്രോൾസ് സക്സസ്ഫുൾ ആണോ, എഫക്റ്റീവ് ആണോ എന്നൊക്കെ നമ്മൾ അനലൈസ് ചെയ്യണം. നമ്മളെന്ന് ഉദ്ദേശിച്ച് മാനേജ്മെൻറ്റ് ഓഡിറ്റർ അനലൈസ് ചെയ്യണം. സോ മാനേജ്മെൻറ്റ് ഓഡിറ്റ് പ്രോഗ്രാം. മാനേജ്മെൻറ്റ് ഓഡിറ്റ് പ്രോഗ്രാം മീൻസ് പ്ലാനിങ് ഓഫ് ഔട്ട്ലൈൻസ് ഫോർ ദ ഫുൾ പ്രോസസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഫ്രം ബിഗിനിങ് ടു എൻഡ്. സോ എന്തൊക്കെയാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് പ്രോഗ്രാമിനകത്ത് ഒരു ഓഡിറ്റർ ചെയ്യേണ്ടത്? സ്റ്റഡി ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, decision making process and line of command, understanding the objective and plan with top management, policies and procedures to achieve the objectives, identify the area of improvement, recommend the area of improvement in operational decision making, advocacy and effectiveness of control of management. So അത് കൂടാതെ തന്നെ ഈ മാനേജ്മെൻറ്റ് ഓഡിറ്റർ കൊടുക്കുന്ന റിപ്പോർട്ടിനകത്ത് എന്ത് ഉൾപ്പെടുത്തിയിരിക്കണം? ഏതൊക്കെ ഏരിയാസാണ് വീക്ക് ഏരിയാസ്, ഈ വീക്ക് ഏരിയാസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സജഷൻസും, നമ്മൾ എത്തരത്തിലാണ് നമ്മളെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് നമ്മുടെ ക്ലയൻ്റ് ആവാം, എംപ്ലോയി ആവും, ഇവരുമായിട്ടൊക്കെ എത്തരത്തിലാണ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽസും കൂടെ നമ്മൾ കൊടുത്തിരിക്കണം എന്നാണ് പറയുന്നത്. അടുത്താണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് ഓഡിറ്റർ. മാനേജ്മെൻറ്റ് ഓഡിറ്റിൻ്റെ ഫങ്ഷൻസ് ജസ്റ്റ് ഇതിനകത്ത് ഒരു ബിഗർ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് അല്ലെങ്കിൽ ഒരു ബേർഡ്സ് ഐ വ്യൂ പോലെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു ബ്രോഡായിട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ബിഗർ പിക്ചർ എന്നല്ല, ഒരു ബ്രോഡായിട്ടാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ നാരോ ഡൗൺ ചെയ്യാം. കാരണം നമ്മൾ സജസ്റ്റഡ് ആൻസറിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഉത്തരമായിരിക്കും കാണാനായിട്ട് പറ്റുന്നത്. ബിഗർ പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനേജ്മെൻറ്റ് ഓഡിറ്റ് കിട്ടുമ്പോഴത്തേക്കും നമ്മൾ എന്തൊക്കെയാണ് അവിടെ ചെയ്യേണ്ടത്? ഒന്നാമത്തെ കാര്യം, അസൈൻമെൻറ്റ് എന്ത് ചെയ്യുക? അക്സെപ്റ്റ് ചെയ്യുക. അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. ഓക്കെ, എന്ത് ചെയ്യുക? എന്നിട്ട് അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ മനസ്സിലാക്കുക. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഒരു മാനേജ്മെൻറ്റ് ഓഡിറ്റർ അസൈൻമെൻറ്റ് കിട്ടുമ്പോൾ എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എന്നിട്ട് എന്ത് ജോലിയാണ് ഞാനിവിടെ ചെയ്തത്, അതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്, ആ ജോലി ചെയ്യുക, പെർഫോം ദ റിവ്യൂ. ഓഡിറ്റിനായിരിക്കുമല്ലോ വിളിക്കുന്നത്, അപ്പോൾ പെർഫോം ദ റിവ്യൂ. മൂന്നാമത്, റിപ്പോർട്ട് ദ ഫൈൻഡിങ്സ്. ഇതാണെന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ഓഡിറ്റിൻ്റെ ഫംഗ്ഷൻ. മാനേജ്മെൻറ്റ് ഓഡിറ്റ് ഇത്തരത്തിലാണ് വർക്ക് ചെയ്യുന്നത്, എല്ലാ ഓഡിറ്റും ഇത്തരത്തിൽ തന്നെ വർക്ക് ചെയ്യും. പിന്നെ ഫങ്ഷണൽ ഏരിയാസ് വേണമെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു മാനേജ്മെൻറ്റ് ഓഡിറ്റ് ഡ്വെല്ല് ചെയ്യുന്ന ഫങ്ഷണൽ ഏരിയാസ്, അത് നമുക്കറിയാം. ഒരു ബിസിനസ് എന്തൊക്കെ ഫങ്ഷണൽ ഏരിയാസ് ഉണ്ട്? അത് ചിലപ്പോൾ മാനുഫാക്ചറിങ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഫങ്ഷണൽ ഏരിയ ആയിരിക്കാം, മാർക്കറ്റിംഗ് ആയിരിക്കാം,
പേഴ്സണൽ ഓർ HR എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പേഴ്സണൽ മാനേജ്മെന്റ്, HR എന്ന് വേണമെങ്കിൽ പറയാം. ഫിനാൻസ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, ഇതുപോലുള്ള എല്ലാ ഏരിയാസിലും എന്ത് ചെയ്യും, മാനേജ്മെന്റ് ഓഡിറ്റ് ഡ്വെൽ ചെയ്യും എന്നാണ് പറയാനായിട്ട് പറ്റുക. ഇതുപോലെ തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതെല്ലാം ഓരോ ഡിപ്പാർട്ട്മെന്റുകളാണ്. ഈ ഡിപ്പാർട്ട്മെന്റുകളിലെല്ലാം എന്തുണ്ട്, ഓരോരോ മാനേജേഴ്സ് ഉണ്ട്. ഇവരാണ് എന്ത് ചെയ്യുന്നത്, ഈ ഡിപ്പാർട്ട്മെന്റിലെല്ലാം മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ശരിയായിരിക്കും, തെറ്റായിരിക്കാം. ഓക്കെ, അപ്പോൾ പലപ്പോഴും തെറ്റാനായിട്ട് സാധ്യതകളുണ്ട് അല്ലേ. അപ്പോൾ ഇവരെ തെറ്റ് കണ്ടുപിടിക്കാൻ വെളിയിൽ നിന്ന് ഒരാൾ വരുന്നത് ഇവർക്ക് ഇഷ്ടപ്പെടുമോ? ഇവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെടത്തില്ലെങ്കിൽ ഇവരെന്ത് ചെയ്യത്തില്ല, കോപ്പറേറ്റും ചെയ്യത്തില്ല. കോപ്പറേറ്റ് ചെയ്യാതെ വരുമ്പോഴത്തേക്ക് മാനേജ്മെന്റ് ഓഡിറ്റർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മാനേജ്മെന്റ് ഓഡിറ്റ് നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല, ബുദ്ധിമുട്ടായി പോകും. അപ്പോഴത്തേക്കും നമ്മളുടെ ഇതിൻ്റെ മേലുള്ള ടോപ്പ് ലെവൽ മാനേജേഴ്സ് അല്ലേ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ റിലയൻസിൻ്റെ റീറ്റെയിൽ ഡിവിഷനാണ് എന്ത് ചെയ്യുന്നത്, ഈ മാനേജ്മെന്റ് ഓഡിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ അംബാനിയുടെ ആ ഒരു ഓഫീസാണ് എന്ത് ചെയ്യുന്നത്, മാനേജ്മെന്റ് ഓഡിറ്റിന് അപ്പോയിന്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഓഫീസ് എന്ത് ചെയ്യണം, ഇവർക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. നിങ്ങൾ കോപ്പറേറ്റ് ചെയ്തിരിക്കണം, സ്ട്രിക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ കൊടുക്കണം. ഇതിനെ പറയുന്നത് പേരാണ് ടോൺ അറ്റ് ദ ടോപ്പ് എന്ന്. അല്ല ഓഡിറ്റ് ചെയ്യാൻ ആൾ വരും, ചെയ്തിട്ട് പോട്ടെ, അങ്ങനൊരു ആറ്റിറ്റ്യൂഡ് അല്ല. വി ഷുഡ് ബി ഗിവിംഗ് ദം സ്ട്രിക്റ്റ് കമാൻഡ് ഓർ ഡയറക്ഷൻ. എന്താണ്, ഇവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്യണം, മാനേജ്മെന്റ് ഓഡിറ്റിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കണം, എല്ലാം കൊടുക്കണമെന്ന് നമ്മൾ പറഞ്ഞിരിക്കണം. അന്നേരം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാനേജ്മെന്റ് ഓഡിറ്റർക്ക് അയാളുടെ ജോലി കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ടോൺ അറ്റ് ദ ടോപ്പ് മാനേജ്മെന്റ് ഓഡിറ്റിൻ്റെ കേസിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. Functions of management audit. So clear identified roles to perform while dealing with top management. ഒന്നുമില്ല, ഓഡിറ്റ് അസൈൻമെന്റ് അക്സെപ്റ്റ് ചെയ്യുക, എന്ത് ജോലിയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക. ക്ലിയർ ഐഡന്റിഫൈഡ് റോൾസ് ടു പെർഫോം വൈൽ ഡീലിംഗ് വിത്ത് ദ ടോപ്പ് മാനേജ്മെന്റ്. പെർഫോം റിവ്യൂ ഓഫ് ഓൾ ഏരിയാസ് അണ്ടർ ഹിസ് സ്കോപ്പ് ഓഫ് വർക്ക്. ഏതൊക്കെയാണോ നമ്മൾ ചെയ്യേണ്ട ജോലി, ആ ജോലിയിൽ ചെയ്യുക. അതിനുശേഷം റിപ്പോർട്ട് ദ ഫൈൻഡിങ്സ്, അതിൻ്റെ കൂടെ സജഷൻസ് കൊടുക്കുക. ഇപ്പോൾ ഇമ്പ്രൂവ്മെന്റ് വേണ്ട ഏരിയകൾ കണ്ടുപിടിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ ഇമ്പ്രൂവ് ആവുമെന്ന് കൊടുക്കുക. The management audit can only be successful in the top management only if the top management take part in the same. ടോപ്പ് മാനേജ്മെന്റ് ഇതിൽ എന്ത് ചെയ്യാല ഒരു ഭാഗമായ മാത്രമേ മാനേജ്മെന്റ് ഓഡിറ്റ് സക്സസ്ഫുൾ ആവത്തുള്ളൂ. The tone at the top, the management at the top should help the management auditor to perform his duties effectively. If the duties of the management auditor are not performed properly, the management may not have the purpose of the audit achieved. ഇപ്പോൾ ടോൺ അറ്റ് ദ ടോപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറക്ഷൻസും കമാൻഡും മറ്റ് മാനേജേഴ്സും കൊടുക്കണം, എന്നാലേ അവർ കോപ്പറേറ്റ് ചെയ്യുള്ളൂ. കോപ്പറേറ്റ് ചെയ്താൽ മാത്രമേ മാനേജ്മെന്റ് ഓഡിറ്റ് അയാളുടെ ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അതുപോലെ ഫോക്കസ് ഏരിയാസ് ഓഫ് മാനേജ്മെന്റ് ഓഡിറ്റ്. മാനേജ്മെന്റ് ഓഡിറ്റിന്റെ ഫോക്കസ് ഏരിയാസ് എന്തൊക്കെയാണെന്നാണ് നമ്മുടെ ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ്? അസസിങ് എക്സിസ്റ്റിംഗ് മാനേജ്മെന്റ് പോളിസീസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നിലവിലുള്ള പോളിസികൾ അത് നമ്മളുടെ ടോപ്പ് മാനേജ്മെന്റ് ഒബ്ജക്റ്റീവിനെ അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്നതാണോ എന്ന് അസസ് ചെയ്യുക. പ്രോപ്പർ യൂട്ടിലൈസേഷൻ റിസോഴ്സസ്. നമുക്ക് ക്യാഷ് ഉണ്ട്, അതുപോലെ തന്നെ മണിയാണ് നമ്മൾ ക്യാഷ് എന്ന് പറയുന്നത്, മെന്നുണ്ട്, മെഷീനറി ഉണ്ട്, ഇതുപോലുള്ള റിസോഴ്സുകൾ നമ്മൾ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ. ഫോർ എക്സാമ്പിൾ ജോലിക്കാരെ നമ്മളെടുത്തു, പക്ഷെ വെറുതെ ഇരുത്തിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ ജോലിക്കാരെ എടുത്തു. കാശുണ്ട്, കാശ് ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ അൺനെസസറി സ്പെൻഡിങ് ആണ്. ഇതൊന്നും പ്രോപ്പർ യൂട്ടിലൈസേഷൻ അല്ല. പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഉണ്ടോയെന്ന് എന്ത് ചെയ്യും, നമ്മുടെ മാനേജ്മെന്റ് ഓഡിറ്റ് കണ്ടുപിടിക്കും. പിന്നെ ഇപ്പോൾ നിലവിലുള്ള ബിസിനസ് പ്ലാൻ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് നമുക്ക് മനസ്സിലാക്കണം. അതെങ്ങനെ മനസ്സിലാക്കാം? നമുക്ക് പലതരത്തിലുള്ള കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, KPIs എന്ന് പറയും. ഈ KPIs അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ കറണ്ട് ബിസിനസ് പ്ലാനിൻ്റെ എഫക്റ്റീവ്നെസ്, എഫിഷ്യൻസി എല്ലാം മനസ്സിലാക്കാനായിട്ട് പറ്റും. അടുത്തത് ഓവറോൾ ടീം ഫംഗ്ഷൻ, നോട്ട് ഓൺ ഇൻഡിവിജ്വൽ റോൾസ്. മാനേജ്മെന്റ് ഓഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ടീം വർക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എവാലുവേറ്റ് ചെയ്യുന്നത്, അല്ലാതെ ഒരു ഇൻഡിവിജ്വലിൻ്റെ റോൾസും റെസ്പോൺസിബിലിറ്റീസും അല്ല ചെയ്യുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫിനാൻസിൻ്റെ ഫംഗ്ഷനാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്, അത് മൊത്തത്തിൽ ആ ഡിപ്പാർട്ട്മെന്റ് ആസ് എ ഹോളാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലാതെ അവിടെ ഫിനാൻസ് മാനേജർ ജോലി മാത്രമായിരിക്കത്തില്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, റിവ്യൂ ചെയ്യുന്നത്. ഇനി മാനേജ്മെന്റ് ഓഡിറ്റിന് ഫിനാൻഷ്യൽ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യാനായിട്ട് പറ്റും, ചോദിക്കാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ ഒരു എൻറ്റിറ്റീൻ്റെ ഒരു ആനുവൽ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ മാനേജ്മെന്റ് എത്തരത്തിലാണ് അതിനകത്ത് ഇടപെടുന്നത്, അതൊരു ക്വസ്റ്റ്യനാണ് എന്തിൻ്റെ, മാനേജ്മെന്റ് ഓഡിറ്റർക്ക് അല്ലെങ്കിൽ മാനേജ്മെന്റ് ഓഡിറ്റിനകത്ത് ചോദിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണ്. രണ്ടാമത്തത്, ഇനി ബഡ്ജറ്റൊക്കെ പ്രിപ്പയർ ചെയ്ത് ഈ ബഡ്ജറ്റിൽ നിന്ന് ഡീവിയേഷൻസ് ഉണ്ട്, അത്തരത്തിലുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഡീവിയേഷൻ വന്നത്, അത് എന്ത് ചെയ്യാം, മാനേജ്മെന്റ് ഓഡിറ്റിന് ചോദിക്കാനായിട്ട് പറ്റും. ഇനി ഫംഗ്ഷൻ ബേസ്ഡ് അപ്രൂവൽ ഉണ്ടോ എന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഒരു സാധനം പർച്ചേസ് ചെയ്യണമെങ്കിൽ അവരുടെ പർച്ചേസ് റിക്വസ്റ്റ് ഫിനാൻസ് റൈസ് ചെയ്യിക്കും, അത് ഫിനാൻസിൽ പോകുകയും ഫിനാൻസ് മാനേജർ എന്ത് ചെയ്യും, അത് വിത്തിൻ ബഡ്ജറ്റ് ആണോ എന്ന് നോക്കിയിട്ട് അത് അപ്രൂവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഒരു അപ്രൂവൽ വെച്ചിട്ടാണോ ഈ ഓർഗനൈസേഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ എക്സ്പെൻസ് റീഇംബേഴ്സ്മെന്റ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ എന്തൊക്കെ പോളിസീസും അപ്രൂവൽസ് ഒക്കെയാണ് നിലവിലുള്ളത്, ഇതുമെല്ലാം എന്ത് ചെയ്യാം, മാനേജ്മെന്റ് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പറ്റും. അതിന് കംപ്ലയൻസ് ലെവൽസ് ഓഫ് കറന്റ് പോളിസീസ്. ഇപ്പോൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് പലതരത്തിലുള്ള പോളിസികൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അത് ഇപ്പോഴത്തെ സ്റ്റാഫുകൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ഉള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക്
പറയാനായിട്ട് വരും. ഫോർ എക്സാമ്പിൾ ട്രാവൽ റീഇംബേഴ്സ്മെൻറ്റ് 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ട്രാവൽ ചെയ്ത് ബില്ല് കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്താൽ റീഇംബേഴ്സ്മെൻറ്റ് തരത്തുള്ളൂ. 31ാമത്തെ ദിവസം കൊണ്ടുപോകുന്നവനും പൈസ കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, മാനേജ്മെൻറ്റ് ഓഡിറ്റിന് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഫോക്കസ് ഏരിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്താണ് റോൾ ഓഫ് CMA ഇൻ മാനേജ്മെൻറ്റ് ഓഡിറ്റ്. നമുക്കറിയാം നമ്മൾ കുറേ ക്വാളിറ്റീസ് പഠിച്ചില്ലേ മാനേജ്മെൻറ്റ് ഓഡിറ്റർ. എന്തൊക്കെയാണ്? ബിസിനസ്സിൻ്റെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റണം, ബിസിനസ്സിൻ്റെ പ്രോബ്ലം ഏരിയാസ് മനസ്സിലാക്കാനായിട്ട് പറ്റണം, ഇൻറ്റേർണൽ കൺട്രോളിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റണം, ഡെലിഗേഷൻ കൺട്രോൾ അതിനെക്കുറിച്ചൊക്കെ നല്ല അറിവ് വേണം, സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ട് ആയിരിക്കണം, നല്ല പ്രൊഫഷണൽ ക്വാളിറ്റീസ് വേണം, ടാക്ട്ഫുൾനെസ്, പെർസർവറൻസ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ നമുക്ക് പഠിച്ചു. അപ്പോൾ CMAക്കാർക്ക് ഇതിനകത്ത് കുറേയധികം ക്വാളിറ്റീസ് ഉണ്ട്. ആ ക്വാളിറ്റീസ് മാനേജ്മെൻറ്റ് ഓഡിറ്റർക്ക് വേണ്ടതായിട്ടുള്ള ക്വാളിറ്റീസ് ആണ്. അതുകൊണ്ട് തന്നെ CMAക്കാർ മാനേജ്മെൻറ്റ് ഓഡിറ്റ് ചെയ്യാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തികളാണ് എന്നുള്ളത് നമ്മൾ തെളിയിക്കുകയാണ് എന്തിൽ, ഈ റോൾ ഓഫ് CMA ഇൻ മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത്. ദ ക്വാളിറ്റീസ് റിക്വയർഡ് ഫോർ മാനേജ്മെൻറ്റ് ഓഡിറ്റ് വിച്ച് എ കോസ്റ്റ് അക്കൗണ്ടൻറ്റ് പോസസ്. കോസ്റ്റ് അക്കൗണ്ടൻറ്റിനുള്ള മാനേജ്മെൻറ്റ് ഓഡിറ്റിന് വേണ്ട കുറച്ച് ക്വാളിറ്റീസ് താഴെ പറയുന്നുണ്ട്. എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ബിസിനസ് പ്രോബ്ലം, എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ബിസിനസ് പ്രോസസ്, റൂൾസ് ആൻഡ് റെഗുലേഷനെ കുറിച്ചുള്ള ജനറൽ അണ്ടർസ്റ്റാൻഡിങ്, ആപ്ലിക്കബിൾ ലോസിനെ കുറിച്ചുള്ള ജനറൽ അണ്ടർസ്റ്റാൻഡിങ്, പിന്നെ സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ടൈസ്, സയൻസ്, എഞ്ചിനീയറിംഗ്, സ്റ്റാറ്റിസ്റ്റിക്സ്, കോസ്റ്റിംഗ്, അക്കൗണ്ടൻസി എല്ലാത്തിനെ കുറിച്ച് നമുക്കറിയാവുന്നതാണ് പറയാം. പിന്നെ പ്രൊഫഷണൽ കണ്ടക്ട് ഓഫ് ഡ്യൂട്ടി. നമുക്ക് കുറേയധികം പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഉണ്ട് അല്ലേ, പെർസെവറൻസ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നത്, ഇരുന്ന് പഠിക്കുന്നത്. ഒരു കാര്യം ഇട്ടിട്ട് പോകാനായിട്ട് നമുക്ക് പറ്റത്തില്ല, നെവർ ഗീവ് പാറ്റേൺ വിടാം. അപ്പോൾ അതുപോലുള്ള കുറേ ട്രേറ്റ്സ് ആർക്കുണ്ട്, നമ്മുടെ കോസ്റ്റ് അക്കൗണ്ട്സ് ഉണ്ട്. അതുകൊണ്ട് മാനേജ്മെൻറ്റ് ഓഡിറ്റ് ചെയ്യാൻ പെർഫെക്റ്റ് ഫിറ്റ് ആണ് നമ്മൾ എന്നാണ് ഈ ഒരു ടോപ്പിക്ക് നമ്മൾ മനസ്സിലാക്കി തരുന്നത്. അടുത്തത് മാനേജ്മെൻറ്റ് ഓഡിറ്റ് ചെക്ക് ലിസ്റ്റ് ആണ്. അതിന് മുമ്പിട്ട് നമുക്ക് നമ്മളുടെ ചെക്ക് ലിസ്റ്റ് ഒന്ന് സ്ട്രൈക്ക് ഓഫ് ചെയ്യാം. സോ നമ്മൾ മാനേജ്മെൻറ്റ് ഓഡിറ്റ് പ്രോഗ്രാം പഠിച്ചു, ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് പഠിച്ചു, ഫോക്കസ് ഏരിയ പഠിച്ചു, റോൾ ഓഫ് CMA ഇൻ മാനേജ്മെൻറ്റ് ഓഡിറ്റ് പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് ചെക്ക് ലിസ്റ്റ് ആണ്. ചെക്ക് ലിസ്റ്റ് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.